താങ്കൾ ആദ്യം ഈ കമന്റ് ഒന്ന് വായിക്കും ജസ്റ്റ് എന്റെ അഭിപ്രായം എന്താ ഈ കമന്റ്? ആദ്യം താങ്കൾ ആ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ അയച്ച് നശിപ്പിക്കാതെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നു. ചങ്ക, ഞാനൊരു പ്രവാസിയാണ്, സാധാരണക്കാരനായ ഒരു പ്രവാസി, പൈസക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ 10-40 കൊല്ലം കൊണ്ടാട്ടത്തിന്റെ മാതിരി ഇവിടെ ഈ കോട്ടം വെയിലത്ത് ജോലി ചെയ്ത് പെണ്ണുങ്ങളും കുട്ടികളും അവിടെ നാട്ടിൽ നിന്നിട്ട് വെറുതെ 10-40 കൊല്ലം ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതിനെക്കാട്ടി നല്ലത് ഹാപ്പി ആയിട്ട് ഉള്ള പൈസ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണല്ലേ. അതെ അതെ. അപ്പൊ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോ എന്റെ കുട്ടികളായിട്ട് ഇതാണ്ട് ഇത്തിങ്ങൾ വരുന്നു, മാഷാ അല്ലാ. ഇത്തിങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്തുകൊണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ. ഞാൻ വെയിൽ കൊണ്ടിട്ട് വരുമ്പോൾ ഇവരുണ്ട് കാണുമ്പോ ആ വെയിലൊക്കെ എനിക്ക് തണലായിട്ട് മാറുന്നത് എന്തുകൊണ്ടാ? ഇവരുണ്ടായതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഹാപ്പി എന്റെ കുട്ടികളൊപ്പം ജീവിക്കണത് തന്നെയാണ്. അത് ഏതൊരു പ്രവാസിന്റെ സ്വപ്നമാണ്. എന്ത് അവരാരെ മാപ്പിളാരൊപ്പം അല്ലെ പെണ്ണുങ്ങളൊപ്പം ജീവിക്കുക, കുട്ടികളൊക്കെ അപ്പൊ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. ഇവിടെ 7000 ദിർഹംസ് വേണം ഒരു കൊല്ലം ഒരു കുട്ടിനെ പഠിപ്പിക്കണമെങ്കിൽ. സാധാരണ ഇവിടെ സ്കൂളില്, സാധാ വലിയ സ്കൂളല്ല, സാധാരണ സ്കൂളിൽ 7000 ദിർഹംസ് വേണം. നാട്ടിൽ എത്ര 1.5 ലക്ഷം റുപ്യന്റെ മേലായില്ലേ? ആർക്കെങ്കിലും അങ്ങനെ സ്കൂളിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചങ്കള നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ചേർത്തോളി. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പൊ ഈ വീഡിയോ ഇട്ടാലും ആൾക്കാർ ഇങ്ങനെ PM ചോദിക്കും, അത് കൊടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് തന്നെ വെക്കുന്നത്. ഇതൊരു പരസ്യമായിട്ടോ നിങ്ങൾ കൂട്ടണ്ട. ഞാൻ എന്റെ അവസ്ഥ ഞങ്ങളെ ബോധിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചങ്കള സ്നേഹവും കുട്ടികളും മക്കളും ഇവിടെ UAE നമ്മളെ നിൽക്കണോടത്ത് വേണമേനും പിന്നെ അതിനകത്ത് പൈസ ഇല്ലാതെ റേഷൻ പീടിയിലെ കൈയായിട്ട് ജീവിച്ചു മാറും എന്നുള്ള ചിന്താഗതിക്കാരനാണ്. അത്തരത്തിലുള്ള കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഏറെക്കുറെ ഞാൻ